കുറേ വർഷങ്ങളായി നമ്മുടെ രാജ്യം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പേരാണ് നിമിഷപ്രിയ. യമൻ പൗരനെ കൊലപ്പെടുത്തിയ കേസിൽ വധശിക്ഷ വിധിക്കപ്പെട്ട യമനിൽ സന എന്ന സ്ഥലത്ത് ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയ. ആരാണ് നിമിഷപ്രിയ? യമനിലെ വധശിക്ഷയിലേക്ക് നിമിഷപ്രിയയെ നയിച്ച കേസ് എന്താണ്? എന്തുകൊണ്ടാണ് നിമിഷപ്രിയയെ വധശിക്ഷയിൽ നിന്നും രക്ഷിച്ചെടുക്കാൻ നമ്മുടെ രാജ്യത്തിന്, ഇന്ത്യക്ക് കഴിയാതെ പോകുന്നത്? ഈ 3 കാര്യങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ആദ്യം നമുക്ക് നിമിഷപ്രിയ ആരാണെന്ന് നോക്കാം. പാലക്കാട് കൊല്ലങ്കോട് തേക്കിൻചിറ സ്വദേശിനിയാണ് നിമിഷപ്രിയ. കോട്ടയം കുറുവിലങ്ങാട് നിന്നാണ് നിമിഷപ്രിയ നഴ്സിംഗ് പഠിക്കുന്നത്. അങ്ങനെ നഴ്സിംഗ് പൂർത്തിയായ ശേഷം 2008 നഴ്സായി യമനിലെത്തുന്നത്. യമൻ തലസ്ഥാനമായ സനയിൽ ഒരു ക്ലിനിക്കിലായിരുന്നു നിമിഷപ്രിയയ്ക്ക് ജോലി ലഭിച്ചത്. 3 വർഷം ജോലി ചെയ്ത ശേഷം 2011 നാട്ടിൽ തിരികെ എത്തി വിവാഹം കഴിച്ചു. കൊല്ലങ്കോട് മാത്തൂരിലെ തോട്ടം കാര്യസ്ഥനായിരുന്ന തൊടുപുഴ സ്വദേശി ടോമിയെയാണ് വിവാഹം കഴിച്ചത്. ഭർത്താവും ഒന്നിച്ച് നിമിഷപ്രിയ വീണ്ടും 2012 യമനിലെത്തുന്നു. ഭർത്താവ് വെൽഡിംഗ് ജോലിയും നിമിഷപ്രിയ ക്ലിനിക്കൽ നഴ്സായും ജോലി തുടർന്നു. ഇതിനിടെയാണ് ക്ലിനിക്കിൽ ചികിത്സയ്ക്ക് വന്നിരുന്ന പരിചയക്കാരനായ തലാൽ അബ്ദുമഗ്ദി എന്ന യമൻ യുവാവുമായി ഒരു ക്ലിനിക് തുടങ്ങുന്ന കാര്യം നിമിഷപ്രിയ സംസാരിക്കുന്നത്. യമൻ പൗരൻ്റെ ഉത്തരവാദിത്വത്തോടെ അല്ലാതെ ക്ലിനിക് ആരംഭിക്കാനാവില്ല എന്നതിനാലാണ് തലാൽ അബ്ദുമഗ്ദി എന്നയാളുടെ സഹായം നിമിഷപ്രിയ തേടിയത്. ക്ലിനിക്ക് തുടങ്ങാൻ അദ്ദേഹം തയ്യാറാണ് എന്ന രീതിയിൽ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു മറുപടിയാണ് നിമിഷപ്രിയയ്ക്ക് ലഭിച്ചത്. അതോടെ ബിസിനസ് തുടങ്ങാൻ നിമിഷയും ഭർത്താവും തങ്ങളുടെ സമ്പാദ്യമെല്ലാം തലാൽ അബ്ദുമഗ്ദിക്ക് കൈമാറിയിരുന്നു. ബിസിനസ്സിന് കൂടുതൽ പണം ആവശ്യമുള്ളതിനാൽ അത് സംഘടിപ്പിക്കുന്നതിനായി നിമിഷയും ഭർത്താവും മിഷേൽ എന്ന മകളുമൊത്ത് നാട്ടിലേക്ക് വന്നു. യമൻ പൗരനായ തലാലും ഒരു പെൺ സുഹൃത്തും ഇവരുടെ കൂടെ കേരളം കാണാനെത്തി. പിന്നീട് നാട്ടിൽ നിന്ന് യമനിലേക്ക് തിരിച്ചുപോയത് നിമിഷപ്രിയയും യമൻ പൗരനായ തലാലും പെൺ സുഹൃത്തും മാത്രമായിരുന്നു. നിമിഷപ്രിയ തിരികെ പോകുമ്പോൾ അവരുടെ ഭർത്താവ് ബാക്കി പണം സംഘടിപ്പിക്കാൻ നാട്ടിൽ തങ്ങി. ബിസിനസ് പച്ചപിടിക്കുമെന്നും തലാൽ അബ്ദുമഗ്ദി ചതിക്കില്ലെന്നുമായിരുന്നു ഇവരുടെ വിശ്വാസം. നിമിഷപ്രിയ പോയതിനു ശേഷം യമനിലേക്ക് തിരിച്ചു പോവാനായിരുന്നു നിമിഷയുടെ ഭർത്താവ് ടോമി ഉദ്ദേശിച്ചതെങ്കിലും യമൻ സൗദി യുദ്ധത്തെ തുടർന്ന് ആ യാത്രയും മുടങ്ങി. യമനിലെത്തിയ ശേഷം നിമിഷപ്രിയ തലാലുമായി ചേർന്ന് പുതിയ ക്ലിനിക് ആരംഭിച്ചു. അതിനിടെ പഴയ ക്ലിനിക് ഉടമ വഴക്കിന് വന്നപ്പോൾ അയാൾക്ക് ഈ ക്ലിനിക്കിൻ്റെ 33% ഷെയർ നൽകി എന്നാണ് തലാൽ നിമിഷപ്രിയയോട് പറഞ്ഞത്. 67% ഷെയർ തലാൽ തൻ്റെ സ്വന്തം പേരിൽ എഴുതി. ആ സമയത്ത് വിദേശികൾക്ക് സ്വന്തം പേരിൽ സ്ഥാപനം തുടങ്ങാൻ അനുവാദമില്ലായിരുന്നു. അങ്ങനെയാണ് തലാലിൻ്റെ വാക്കുകളെ വിശ്വസിച്ച് നിമിഷപ്രിയ ബിസിനസ് തുടർന്നത്. ബിസിനസ് പങ്കാളി എന്ന നിലയിൽ ആദ്യമൊക്കെ മാന്യമായി ഇടപെട്ടിരുന്ന തലാലിൻ്റെ സ്വഭാവം പിന്നീട് പ്രതീക്ഷിക്കാത്ത രീതിയിലേക്ക് മാറി തുടങ്ങി. തലാൽ മയക്കുമരുന്നിന് അടിമയാണെന്നും മറ്റു സ്ത്രീകളുമായി ബന്ധമുണ്ടെന്നും നിമിഷപ്രിയ അറിയുന്നു. ഇരുവരും ചേർന്ന് ആരംഭിച്ച ക്ലിനിക്കിലെ വരുമാനം മുഴുവൻ തലാൽ സ്വന്തമാക്കാൻ തുടങ്ങി. അതുമായി ബന്ധപ്പെട്ട് ഇവർ തമ്മിൽ വഴക്കുണ്ടാകുന്നു. ഇക്കാര്യം ക്ലിനിക് മാനേജറിനോട് പറഞ്ഞപ്പോൾ നിങ്ങൾ ഭാര്യാഭർത്തക്കന്മാരല്ലേ, പിന്നെ എന്താണ് പ്രശ്നം എന്ന് അയാൾ ചോദിക്കുന്നു. തലാലുമായി ചേർന്ന് ക്ലിനിക് തുടങ്ങിയ ശേഷം നിമിഷപ്രിയയെ വിവാഹം ചെയ്തുവെന്നാണ് തലാൽ അവിടെയുള്ള എല്ലാവരോടും പറഞ്ഞ് വിശ്വസിപ്പിച്ചത്. വിവാഹ തട്ടിപ്പ് നടന്നു എന്ന് പോലീസിൽ പരാതി കൊടുത്തതോടെ രണ്ടുപേരും ആഴ്ചകളോളം ജയിലിലായി. ജയിലിൽ നിന്ന് പുറത്തു വന്ന നിമിഷയ്ക്ക് തലാലിൽ നിന്നും ക്രൂരമായ രീതിയിലുള്ള മർദ്ദനങ്ങളാണ് നേരിടേണ്ടി വന്നത്. തലാൽ വ്യാജ വിവാഹ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി. നാട്ടിൽ വന്നപ്പോൾ ഒരുമിച്ചെടുത്ത ഫോട്ടോകളും നിമിഷപ്രിയയുടെ ടോമിയുമൊത്തുള്ള വിവാഹ ഫോട്ടോയും എഡിറ്റ് ചെയ്ത തലാലിൻ്റെ ഫോട്ടോ വെച്ച് വ്യാജ വിവാഹ ഫോട്ടോ ഉണ്ടാക്കി നിമിഷപ്രിയ തലാലിൻ്റെ ഭാര്യയാണെന്ന് കോടതി ഉത്തരവ് സംഘടിപ്പിച്ചു. നിമിഷപ്രിയയ്ക്ക് വേണ്ടി സുപ്രീം കോടതിയിൽ നൽകിയ റിട്ട് ഹർജിയിൽ പറയുന്നതും ഇതുതന്നെയാണ്. നിമിഷ പലതും ചോദ്യം ചെയ്തതോടെ തലാലിൻ്റെ ഭീഷണി കൂടി വരികയും രേഖകൾ പിടിച്ചു വയ്ക്കുകയും ചെയ്തു. പാസ്പോർട്ടുകൾ അയാൾ എടുത്തു മാറ്റി. പ്രകൃതി വിരുദ്ധ പീഡനത്തിനും കൂട്ടുകാരുമായി ലൈംഗിക ബന്ധത്തിനും തലാൽ നിമിഷപ്രിയയെ നിർബന്ധിക്കുകയും ശാരീരികമായും മാനസികമായും പീഡനങ്ങൾ ഏൽപ്പിക്കുകയും ചെയ്തു. വധഭീഷണി വരെ തനിക്ക് നേരെ ഉണ്ടായതായി നിമിഷപ്രിയ കോടതിയിൽ പറഞ്ഞിട്ടുണ്ട്.
അതേ ക്ലിനിക്കിൽ തന്നെ നിമിഷപ്രിയയുടെ സഹപ്രവർത്തകയായിരുന്ന ഖനാൻ എന്ന യമൻ യുവതിയും തലാലിൻ്റെ മർദ്ദനത്തിന് നിരന്തരം ഇരയായിരുന്നു. ഇതിനിടെ തലാൽ വീണ്ടും ജയിലിലാവുന്നു. അപ്പോഴേക്കും നിമിഷപ്രിയ ജയിലിലെത്തി അവളുടെ പാസ്പോർട്ട് ചോദിക്കുന്നു. നിമിഷയുടെ പാസ്പോർട്ട് തട്ടിയെടുത്തതിനാൽ തലാലിൻ്റെ അനുവാദമില്ലാതെ അവൾക്ക് രാജ്യത്തിൽ നിന്ന് പുറത്തു പോകാനും കഴിയില്ലായിരുന്നു. തലാൽ പാസ്പോർട്ട് നൽകാതായതോടെ നിമിഷപ്രിയ എംബസിയിൽ പരാതി നൽകുന്നു. എന്നാൽ പത്രപരസ്യം നൽകി അപേക്ഷ നൽകണമെന്നായിരുന്നു എംബസി നിർദ്ദേശിച്ചത്. ഇതിനിടയിൽ സനയിലെ ജയിൽ ഉദ്യോഗസ്ഥനായ ഒരാളുമായി നിമിഷപ്രിയ പരിചയത്തിലാവുന്നു. തലാലിനെ അനസ്തേഷ്യ നൽകി ബോധം കെടുത്തി നൽകിയാൽ വാഹനവുമായി വന്ന് എവിടെയെങ്കിലും കൊണ്ടുപോയി ദേഹോപദ്രവം ഏൽപ്പിച്ച് ഭാര്യയല്ല എന്ന് എഴുതി വാങ്ങി പാസ്പോർട്ട് തിരികെ വാങ്ങിത്തരാം എന്ന് അയാൾ വാഗ്ദാനം ചെയ്യുന്നു. ക്ലിനിക്കിൽ നഴ്സായി ജോലി ചെയ്യുന്ന ഖനാൻ എന്ന തൻ്റെ സഹപ്രവർത്തകയും ഇക്കാര്യത്തിൽ സഹായിക്കാമെന്ന് ഉറപ്പ് പറയുന്നു. ഇതിനിടെയാണ് തലാൽ യൂറിൻ ഇൻഫെക്ഷൻ വരുന്നത്. മരുന്നാണെന്ന മട്ടിൽ അനസ്തേഷ്യയ്ക്കുള്ള മരുന്ന് കുത്തിവെച്ചു. തലാൽ മയക്കുമരുന്നിന് അടിമയായതിനാലാണ് നിമിഷ നൽകിയ ആദ്യ ഡോസ് മരുന്ന് ഫലിച്ചില്ല. ഒരു ഡോസ് ഏൽക്കാത്തതുകൊണ്ട് രണ്ടാമതും കുത്തിവെച്ചു. തലാൽ ഉച്ചത്തിൽ നിലവിളിച്ചു. താഴെ വീണു ബോധമില്ലാതെയായി. പൾസ് നോക്കിയപ്പോൾ ബോധമില്ലെന്ന് മനസ്സിലായി. തലാൽ മരിച്ചു എന്ന് മനസ്സിലാക്കിയ നിമിഷപ്രിയ ഖനാൻ എന്ന നഴ്സിനെ വിളിച്ച് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി. മയക്കാനായി വീണ്ടും മരുന്ന് കുത്തിവെച്ചതാണ് മരണത്തിലേക്ക് നയിച്ചത്. ഓവർഡോസാണ് കാരണമെന്ന് ആക്ഷൻ കൗൺസിൽ നൽകിയ ഹർജിയിലും പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ മൃതദേഹം ദൂരെ എവിടെയെങ്കിലും കൊണ്ടുപോയി ഒളിപ്പിക്കാനായിരുന്നു അവരുടെ തുടർന്നുള്ള പരിപാടി. സംഗതി അറിഞ്ഞതോടെ സഹായിക്കാമെന്ന് പറഞ്ഞ ജയിൽ ഉദ്യോഗസ്ഥൻ പിൻവാങ്ങി. ഇവിടെയാണ് ഒരു ട്വിസ്റ്റ് വരുന്നത്. രണ്ട് രീതിയിൽ ഈ കേസിൻ്റെ കാര്യങ്ങൾ പുറത്തു വന്നു. ഒന്ന്, തലാൽ മരിച്ചു എന്ന് മനസ്സിലാക്കിയപ്പോൾ പാസ്പോർട്ടും എടുത്ത് നിമിഷപ്രിയ അവിടെ നിന്നും രക്ഷപ്പെട്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോയി എന്നും പിന്നീട് നടന്ന കാര്യങ്ങളൊന്നും നിമിഷപ്രിയയ്ക്ക് അറിയില്ലെന്നുമാണ് അവൾ കോടതിയിൽ പറഞ്ഞത്. അപ്പോൾ കൊല ചെയ്തത് മറ്റാരോ ആണ് എന്ന രീതിയിൽ മാറുന്നു. എന്നാൽ അതല്ല ശരി, നിമിഷപ്രിയയും ഹനാൻ എന്ന യുവതിയുമായിട്ടാണ് ഇത് ചെയ്തത് എന്ന രീതിയിലും വാർത്തകൾ പുറത്തു വന്നു. എന്തായാലും അവിടെ സംഭവിച്ചത് മൃതദേഹത്തെ കഷണങ്ങളാക്കി വെട്ടി നുറുക്കി വാട്ടർ ടാങ്കിൽ ഇട്ടുവെന്നുള്ളതാണ്. ആര് ചെയ്തതാണെങ്കിലും സംഭവിച്ചത് അതാണ്. അവിടെ നിന്നും നിമിഷപ്രിയ രക്ഷപ്പെട്ടു പോയത് മാരിഫ് എന്ന സ്ഥലത്തേക്കാണ്. അവിടെ പോയി ഒളിക്കുന്നു. 3-4 ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ നിമിഷപ്രിയയുടെ ക്ലിനിക്കിൻ്റെ മുകളിലത്തെ വാട്ടർ ടാങ്കിലെ വെള്ളത്തിൽ നിന്നും സ്മെല്ല് വരാൻ തുടങ്ങി. അതേ തുടർന്ന് പോലീസിൻ്റെ അന്വേഷണം വന്നു. ഒടുവിൽ ഖനാനെ അറസ്റ്റ് ചെയ്യുന്നു. തുടർന്ന് നിമിഷപ്രിയയും അറസ്റ്റിലാവുന്നു. 2017 ഈ സംഭവം നടക്കുന്നത്. കേസ് കോടതിയിലെത്തുന്നു. എംബസി ഒട്ട് സഹായിച്ചതുമില്ല. അഭിഭാഷകനില്ലാത്തതിനാൽ ജഡ്ജി തന്നെ ഒരു അഭിഭാഷകനെ നൽകുന്നു. മരുന്ന് കുത്തിവെച്ചതിനെ തുടർന്ന് തലാലിന് ബോധം പോയ നേരം പാസ്പോർട്ടും കണ്ടെടുത്ത് രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ അതിർത്തിയിൽ വെച്ച് പിടിയിലായി എന്നാണ് നിമിഷപ്രിയ കോടതിയിൽ പറഞ്ഞത്. എന്നാൽ തലാലിൻ്റെ മൃതദേഹം അവർ താമസിച്ചിരുന്ന വീടിന് മുകളിലെ വാട്ടർ ടാങ്കിൽ വെട്ടിനുറുക്കിയ നിലയിൽ കണ്ടെത്തിയതാണ് നിമിഷപ്രിയയെ കുടുക്കിയത്. മയക്കുമരുന്ന് കുത്തിവെച്ചതിന് ശേഷം സംഭവിച്ചതിനെക്കുറിച്ച് തനിക്കൊന്നും അറിയില്ലെന്നാണ് നിമിഷപ്രിയ കോടതിയിൽ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത്. അറബിയിൽ തയ്യാറാക്കിയ കുറ്റപത്രത്തിൽ തന്നെ നിർബന്ധിച്ച് ഒപ്പിടിവിക്കുകയായിരുന്നുവെന്നും തനിക്ക് അറബി അറിയില്ലെന്നും കോടതിയിൽ ദ്വിഭാഷിയുടെ സേവനം പോലും നിഷേധിക്കപ്പെട്ടതായും നിമിഷപ്രിയ പറയുന്നു. അങ്ങനെ 2020 നിമിഷപ്രിയയെ കോടതി വധശിക്ഷയ്ക്ക് വിധിച്ചു. ഇസ്ലാമിക നിയമപ്രകാരം കൊലപാതകം നടത്തുന്നതിനേക്കാൾ മാരകമാണ് അല്ലെങ്കിൽ കൂടുതൽ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റകൃത്യമാണ് ഒരു മൃതശരീരത്തെ വെട്ടിനുറുക്കുക എന്നുള്ളത്. അതുകൊണ്ടാണ് നിമിഷപ്രിയയ്ക്ക് കോടതി വധശിക്ഷ തന്നെ നൽകിയത്. നിമിഷപ്രിയയെ സഹായിച്ച യമൻ യുവതിയായ ഖനാന് കോടതി ജീവപര്യന്തം ശിക്ഷ വിധിച്ചു. സഹായിച്ച യമനിലെ ജയിൽ ഉദ്യോഗസ്ഥൻ ഇപ്പോഴും ഒളിവിലാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. വധശിക്ഷ വിധിച്ചതോടെ അപ്പീൽ പോയെങ്കിലും യമനിലെ അപ്പീൽ കോടതിയും വധശിക്ഷ 2020 ശരിവെച്ചു. ശിക്ഷ ഇളവ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് നിമിഷപ്രിയയുടെ അമ്മ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ മുഖേന യമൻ സർക്കാരിന് നിവേദനം നൽകിയിരുന്നെങ്കിലും അതും കോടതി പരിഗണിച്ചില്ല.
നിമിഷപ്രിയ ജയിലിലായതോടെ കേസിൻ്റെ ആവശ്യങ്ങൾക്കായി വീട് ഉൾപ്പെടെയുള്ള സ്വത്തുക്കൾ ഇവർ വിറ്റിരുന്നുവെന്നും പറയുന്നു. നിമിഷപ്രിയയുടെ വധശിക്ഷ സംബന്ധിച്ച വാർത്ത കേട്ടത് മുതൽ അമ്മയും ഭർത്താവും മകളും മാനസികമായി തകർന്നു പോയതായും ശിക്ഷയിളവ് ലഭിക്കുന്നതിനായി അപ്പീൽ നൽകാൻ കുടുംബസ്വത്തടക്കം വിറ്റാണ് ബന്ധുക്കൾ കോടതിയിൽ പണം കെട്ടിവെച്ചിരുന്നത് എന്നതടക്കമുള്ള വാർത്തകളും പുറത്തുവന്നു. കൊല്ലപ്പെട്ട യമൻ പൗരന്റെ കുടുംബാംഗങ്ങൾക്ക് പണം നൽകി നിമിഷപ്രിയയെ വധശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്താനാണ് ശ്രമങ്ങൾ നടന്നത്. ബ്ലഡ് മണി അഥവാ ദിയാധനം എന്നാണ് ഇങ്ങനെ നൽകുന്ന തുക അറിയപ്പെടുന്നത്. നിമിഷപ്രിയയുടെ മോചനത്തിനുള്ള ഏക പോംവഴി ബ്ലഡ് മണിയാണെന്ന് അഭിഭാഷകരും വ്യക്തമാക്കി. ഇതേ തുടർന്നാണ് ചർച്ചകൾക്കായി യമനിലേക്ക് പോകാൻ കുടുംബാംഗങ്ങൾക്ക് അവസരമൊരുങ്ങുന്നത്. 2016 മുതൽ യമനിൽ പോകാൻ ഇന്ത്യക്കാർക്ക് വിലക്കുമുണ്ടായിരുന്നു. യമനിലേക്ക് ഇന്ത്യയിൽ നിന്ന് പണമയക്കാനും സാധിക്കില്ല. അതുകൊണ്ട് തന്നെ പണം സ്വീകരിക്കാൻ യമൻ പൗരന്റെ കുടുംബം അറിയിച്ചാലും അത് കൈമാറാൻ സാധിക്കാത്ത അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. നിമിഷപ്രിയയുടെ വധശിക്ഷ യമൻ സുപ്രീം കോടതിയും വധശിക്ഷ ശരിവെച്ചതോടെ മരിച്ചയാളുടെ കുടുംബവുമായി ചർച്ച നടത്തി ശരിയത്ത് നിയമപ്രകാരം ബ്ലഡ് മണി സംബന്ധിച്ച ധാരണയിലെത്തിയാലേ നിമിഷപ്രിയയുടെ മോചനം സാധ്യമാകൂ. ഇത് നൽകുന്നതുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും ചർച്ചകൾ തുടരുകയാണ്. ഇതിനിടയിലാണ് 2025 ജൂലൈ 16 നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പിലാക്കാൻ പോകുന്നു എന്ന വാർത്ത വരുന്നത്. ശിക്ഷ നടപ്പാക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ ശിക്ഷ മരവിപ്പിച്ചുവെന്ന സ്ഥിരീകരണം യമനിൽ നിന്ന് പുറത്തു വരുന്നു. വീണ്ടും പ്രതീക്ഷകൾ ഉയരുന്നു. കൊല്ലപ്പെട്ട തലാലിൻ്റെ കുടുംബത്തിൻ്റെ കാരുണ്യത്തിലാണ് യമനിലെ സൂഫി പണ്ഡിതരുമായുള്ള ചർച്ചയിൽ വധശിക്ഷ നീട്ടിവെക്കാൻ കുടുംബം തയ്യാറായതെന്നുള്ള തരത്തിൽ വാർത്തകൾ വന്നു. ഇതിൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടലിനെക്കുറിച്ചും പരാമർശിച്ചിരുന്നു. വേണ്ട രീതിയിൽ അടിയന്തരമായി ഇടപെടണമെന്നാവശ്യപ്പെട്ട് സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ നൽകിയ ഹർജി സുപ്രീം കോടതിയുടെ പരിഗണനയിലുമുണ്ട്. എന്നാൽ നിമിഷപ്രിയയുടെ വധശിക്ഷയുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ ഒത്തുതീർപ്പിനുമില്ലെന്നാണ് തലാലിൻ്റെ കുടുംബം പറയുന്നത്. പകരത്തിന് പകരമെന്ന ദൈവത്തിൻ്റെ നിയമം നടപ്പിലാവാനാണ് തങ്ങൾ ആവശ്യപ്പെടുന്നതെന്ന് BBC അറബിക്കിന് നൽകിയ അഭിമുഖത്തിൽ തലാലിൻ്റെ സഹോദരൻ അബ്ദേൽ ഭത്ത മഗ്ദി പ്രതികരിച്ചു. തലാലിനെ കൊലപ്പെടുത്തിയത് മാത്രമല്ല, കേസിലെ ദീർഘമേറിയ നിയമ നടപടികൾ കൊണ്ട് തൻ്റെ കുടുംബം മാനസികമായി ഏറെ തളർന്നുവെന്നും അദ്ദേഹം പറയുന്നുണ്ട്. നിമിഷപ്രിയ ചെയ്ത കുറ്റകൃത്യത്തെ ന്യായീകരിക്കാനായി ശിക്ഷിക്കപ്പെട്ടയാളെ ഇരയായി ചിത്രീകരിച്ച് സത്യം വളച്ചൊടിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നതായി ഇന്ത്യൻ മാധ്യമങ്ങളിലൂടെ താൻ മനസ്സിലാക്കിയതായും തലാലിൻ്റെ സഹോദരൻ പറയുന്നു. ഇത് ഏത് കാരണത്തിൻ്റെ പേരിലും ഒരു കൊലപാതകത്തെ ന്യായീകരിക്കാൻ കഴിയില്ലെന്നും പ്രത്യേകിച്ച് ഒരാളെ കൊലപ്പെടുത്തി ശരീരം വെട്ടിനുറുക്കി വികൃതമാക്കി ഒളിപ്പിക്കുന്നത് യാതൊരു കാരണവശാലും ന്യായീകരണത്തിന് അർഹമല്ലെന്നും തലാലിൻ്റെ സഹോദരൻ പ്രതികരിക്കുന്നു. വധശിക്ഷ നീട്ടിവെക്കുന്ന വിധി പുറത്തു വരുന്നതിന് മുൻപായിരുന്നു തലാലിൻ്റെ കുടുംബത്തിൻ്റെ പ്രതികരണം. വിധിക്ക് ശേഷം മണിക്കൂറുകൾ നീണ്ട അനുരഞ്ജന ചർച്ചകൾ പൂർത്തിയായപ്പോഴും നിലപാടിൽ മാറ്റമില്ലെന്നാണ് കുടുംബം അറിയിക്കുന്നത്. എത്ര കാലതാമസമെടുത്താലും ഒരു സമ്മർദ്ദവും തങ്ങളെ ഈ തീരുമാനത്തിൽ നിന്ന് പിന്തിരിപ്പിക്കില്ലെന്നും തലാലിൻ്റെ സഹോദരൻ ഉറപ്പിച്ചു പറയുന്നു. ഒരു മലയാളി മറ്റൊരു രാജ്യത്തിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്നു എന്ന വികാരം ഒരു വശത്തും, തങ്ങളിൽപ്പെട്ട ഒരു അംഗത്തെ വെട്ടിനുറുക്കി കൊലപ്പെടുത്തുമ്പോഴുണ്ടാകുന്ന കുടുംബത്തിലെ വേദന മറുവശത്തും നിൽക്കുന്നു. ഇവിടെ ആർക്കാണ് നീതി വേണ്ടത്? നിമിഷപ്രിയയ്ക്കാണോ അതോ തലാലിൻ്റെ കുടുംബത്തിനാണോ? കഷായത്തിൽ വിഷം കലർത്തി തൻ്റെ കാമുകനായ ഷാരോണിനെ കൊന്നതിന് വധശിക്ഷയ്ക്ക് വിധിച്ച ഗ്രീഷ്മയെ നമ്മൾ എങ്ങനെയാണോ കണ്ടത്, അതുപോലെ തന്നെയാണ് നിമിഷപ്രിയ എന്ന വ്യക്തിയെ യമൻ എന്ന രാജ്യവും തലാലിൻ്റെ കുടുംബവും കാണുന്നത്. അങ്ങനെ നോക്കുമ്പോൾ സ്വാഭാവികമായും നിമിഷപ്രിയയുടെ കാര്യത്തിൽ തലാലിൻ്റെ കുടുംബത്തിൻ്റെ നിലപാട് ചിന്തനീയമാണ്. എന്നാൽ നമ്മളെ സംബന്ധിച്ച് നോക്കുമ്പോൾ നിമിഷപ്രിയ ഒരു മലയാളി ആയതുകൊണ്ടാണ് അവരെ രക്ഷിച്ചെടുക്കണം എന്ന ഫീലിംഗ് ഉണ്ടാവുന്നത്. ഇതേ അവസരത്തിൽ ഗ്രീഷ്മയുടെ സ്ഥാനത്ത് ഒരു വിദേശി വനിത ആയിരുന്നെങ്കിൽ നമ്മൾ എങ്ങനെയായിരിക്കും പ്രതികരിക്കുന്നത് എന്നുകൂടെ ഓർക്കേണ്ടതുണ്ട്. ഗ്രീഷ്മയുടെ വധശിക്ഷ വിധി വന്നപ്പോൾ ശിക്ഷ വിധിച്ച ജഡ്ജിയുടെ കട്ടൗട്ടിൽ പാലഭിഷേകം നടത്താൻ വരെ തയ്യാറായ അഭിഭാഷകരും അയാളുടെ കുറേ ശിങ്കടികളും അടങ്ങുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇവിടെ നമുക്ക് നിമിഷപ്രിയയുടെ കാര്യത്തിൽ പ്രധാനമായ കാര്യം, എന്തുകൊണ്ടാണ് നിമിഷപ്രിയയെ വധശിക്ഷയിൽ നിന്ന് രക്ഷിച്ചെടുക്കാൻ നമ്മുടെ രാജ്യത്തിന് കഴിയാതെ പോകുന്നത്? അതുകൂടെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്.
അത് വളരെ നിർണായകമായ ഒന്നാണ്. നിമിഷപ്രിയയുടെ വധശിക്ഷ ഒഴിവാക്കാൻ ഇവിടെ 3 രീതിയിലുള്ള ഇടപെടലുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒന്ന്, കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും നിമിഷപ്രിയയെ രക്ഷിക്കാനുള്ള ശ്രമം നടക്കുന്നു. അതേസമയം തന്നെ സേവ് നിമിഷപ്രിയ ഇൻ്റർനാഷണൽ ആക്ഷൻ കൗൺസിൽ എന്ന സംഘടന രൂപീകരിച്ചുകൊണ്ട് ഒരു വിഭാഗം മനുഷ്യസ്നേഹികളായിട്ടുള്ള ആളുകൾ ഒരു ശ്രമം നടത്തുന്നുണ്ട്. ഏറ്റവും ഒടുവിലായി നമ്മൾ കേട്ടത് കേരളത്തിലെ തന്നെ പലരുടെയും അഭ്യർത്ഥനയിലൂടെ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടലിനെ കുറിച്ചാണ്. കാന്തപുരത്തിൻ്റെ ഇടപെടലിലൂടെ ജൂലൈ 16 നടത്താൻ തീരുമാനിച്ചിരുന്ന വധശിക്ഷ മാറ്റിവെക്കുന്നു. വധശിക്ഷ ഒഴിവാക്കിയതല്ല, മാറ്റിവെക്കപ്പെടുന്നു. അവിടെ നിന്നിങ്ങോട്ട് വലിയ രീതിയിലുള്ള ചർച്ചകൾ നടക്കുന്നതായിട്ടാണ് മാധ്യമങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എന്താണ് സംഭവിച്ചതെന്ന് നോക്കാം. കേന്ദ്ര സർക്കാരിന് എന്തുകൊണ്ടാണ് ഈ കേസിൽ അമിതമായ ഒരു ഇടപെടൽ നടത്താൻ കഴിയാതെ പോയത്? അതിന് വ്യക്തമായ ഒരു കാരണമുണ്ട്. യമൻ എന്ന രാജ്യത്തിൽ 2 രീതിയിലുള്ള ഭരണ സംവിധാനമുള്ളതുകൊണ്ട് തന്നെയാണ്. യമനിലെ അന്താരാഷ്ട്ര സമൂഹം അംഗീകരിച്ചിരിക്കുന്ന ഔദ്യോഗിക സർക്കാരും മറ്റൊന്ന് നിമിഷപ്രിയ കഴിയുന്ന ജയിൽ സ്ഥിതി ചെയ്യുന്ന സന എന്ന സ്ഥലം ഉൾപ്പെടുന്ന പ്രദേശത്തിൻ്റെ ഭരണാധികാരികളായ വിമത സർക്കാരുമാണ്. വിമത സർക്കാർ ഹൂത്തികൾ എന്നറിയപ്പെടുന്നവരാണ് ഭരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് മറ്റൊരു രാജ്യവുമായി നടത്തുന്ന പോലെ നയതന്ത്ര നീക്കങ്ങൾ എളുപ്പത്തിൽ യമനുമായി നടത്താൻ കഴിയില്ല. അവിടെ ധാരാളം പരിമിതികളുണ്ട്. ഇതാണ് കേന്ദ്ര സർക്കാർ ഈ കേസിൽ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ. രണ്ടാമതായി സേവ് നിമിഷപ്രിയ ഇൻ്റർനാഷണൽ ആക്ഷൻ കൗൺസിൽ എന്ന സംഘടനയാണ്. അവരും അവരുടെ കഴിവിൻ്റെ പരമാവധി നിമിഷപ്രിയയെ വധശിക്ഷയിൽ നിന്നും ഒഴിവാക്കാനായി ബ്ലഡ് മണി ശേഖരിക്കുന്നതിനും മാത്രമല്ല സുപ്രീം കോടതി മുഖാന്തരമുള്ള ഇടപെടലുകളുമൊക്കെ അവരും നടത്തുന്നുണ്ട്. അവർക്കും നിയമപരമായി രാജ്യത്തിൻ്റെ സഹകരണത്തോടെ മാത്രമേ, അതായത് ഇന്ത്യയുമായുള്ള സഹകരണത്തോടെ മാത്രമേ യമനുമായി ബന്ധപ്പെടാനോ എന്തെങ്കിലുമൊക്കെ ചെയ്യാനോ കഴിയുകയുമുള്ളൂ. പിന്നെയുള്ള ഒരു ഇടപെടൽ വന്നത് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുമായി ബന്ധപ്പെട്ടാണ്. യമൻ ഒരു ഇസ്ലാമിക രാജ്യമായതിനാൽ കാന്തപുരം യമനിലെ സൂഫി പണ്ഡിതരുമായി ബന്ധമുള്ളതുകൊണ്ട് അവരുമായി ചർച്ച നടത്തി അവിടുത്തെ ഭരണകൂടത്തെ സ്വാധീനിച്ചുവെന്നുള്ളതാണ്. അങ്ങനെ വധശിക്ഷ നീട്ടിവെക്കാൻ ഭരണകൂടം തയ്യാറായി എന്നുള്ള തരത്തിൽ വാർത്തകൾ വന്നു. അവിടെയും നമ്മൾ ഓർക്കേണ്ടത് കാന്തപുരത്തിനും ഈ കേസിൽ ഇടപെടുന്നതിന് പരിമിതികളുണ്ട്. 2 രാജ്യങ്ങൾ തമ്മിലുള്ള സംഭവമായതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ അനുവാദവും സഹായവും എല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ വധശിക്ഷയിൽ നിന്നും പൂർണ്ണമായി നിമിഷപ്രിയയെ രക്ഷിച്ചെടുക്കാൻ കഴിയൂ എന്നുള്ളതാണ്. എന്നാൽ നിമിഷപ്രിയയുടെ വധശിക്ഷയുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ ഒത്തുതീർപ്പിനോ ചർച്ചകൾക്കോ തങ്ങൾ തയ്യാറല്ലെന്നും നിമിഷയുടെ വധശിക്ഷ നടപ്പാക്കണം, നീതി ലഭിക്കണം എന്നുള്ള തരത്തിലാണ് കൊല്ലപ്പെട്ട തലാലിൻ്റെ കുടുംബം ഇപ്പോഴും ഉള്ളത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും കാര്യങ്ങൾ വളരെ പോസിറ്റീവായി നടക്കട്ടെ എന്നും നിമിഷപ്രിയയ്ക്ക് പറ്റിയത് ഒരു കയ്യബദ്ധമാണെങ്കിൽ നീതി ലഭിക്കട്ടെ എന്നും എത്രയും വേഗം ഇന്ത്യയിൽ തിരിച്ചെത്താൻ സാധിക്കട്ടെ എന്നും നമുക്ക് പ്രാർത്ഥിക്കാം.